യുദ്ധവാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോയതായിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അത് കാനഡയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അതെല്ലാവർക്കും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാർത്തയാകണമെന്നില്ല. എന്നാൽ ക്രൈസ്തവരെയും അതുപോലെ തന്നെ ചില മതസ്ഥരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വാർത്തയാണ് കാനഡയിൽ നിന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പുതിയതായിരിക്കുന്നതായ വാർത്തയല്ല. ക്രൈസ്തവരെന്ന് ഞാനിവിടെ എടുത്തു പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാർത്ത വരുന്നത് കാനഡയിൽ നിന്നാണ്. ഏതാണ്ട് 53 ക്രൈസ്തവരുള്ളതായിരിക്കുന്ന ഒരു നാടാണ് ഈ കാനഡ എന്ന് പറയുന്നത്. ആ കാനഡയിൽ ബൈബിള് അനുസരിച്ച് ജീവിക്കുന്നതായിരിക്കുന്ന മനുഷ്യരുണ്ട്, അതുപോലെ തന്നെ ബൈബിൾ പ്രീച്ചിങ് നടത്തുന്നതായിരിക്കുന്ന ആൾക്കാരുണ്ട്, സുവിശേഷ പ്രഘോഷണം നടത്തുന്നതായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റുകളുണ്ട്. അതൊക്കെയുള്ള ഒരു നാടാണ് കാനഡ എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ വേരിൽ ഊന്നി വളർന്നതായിരിക്കുന്ന ഒരു നാട്, ക്രിസ്ത്യൻ സംസ്കാരത്തിൻ്റെതായിരിക്കുന്ന പകിട്ടിൽ പടുത്തുയർത്തിയതായിരിക്കുന്ന ഒരു നാട്. അങ്ങനെയുള്ള ക്രിസ്ത്യൻ സംസ്കാരവും ട്രഡീഷനും ഒക്കെ ഉള്ളതായിരിക്കുന്ന നാടാണ് കാനഡ എന്ന് പറയുന്നത്. ആ കാനഡ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ നിലയിൽ പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു സെക്യുലർ സ്റ്റേറ്റ് ആയിട്ട് അത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ ചരിത്രവും അതിൻ്റെ രൂപവും ഒക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനൊരു ക്രിസ്ത്യൻ വേരുണ്ട് എന്ന് കാണാൻ കഴിയും. ഇന്നത് പല മതസ്ഥരുടെയും പല വിഭാഗക്കാരുടെയും ഒക്കെ ഒരു നാടായിട്ട് മാറി. അതിൽ പഞ്ചാബികളുണ്ട്, റഷ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നുള്ള മനുഷ്യരുണ്ട്, ഇന്ത്യക്കാരുണ്ട്, അങ്ങനെ പല ആൾക്കാർ താമസിക്കുന്നതായിരിക്കുന്ന ഒരിടം. എന്നാൽ ഇന്ന് ഇപ്പോൾ കാനഡയിൽ നിന്ന് വരുന്നതായിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ക്രൈം, അതായത് C9 എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ബില്ല് ഹൗസ് ഓഫ് കോമൺ എന്ന് പറയുന്നതായിരിക്കുന്ന അവരുടെ സഭയിൽ അവരത് പാസ്സാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 137 വോട്ടിനെതിരെ 187 വോട്ടിൽ ലഭിച്ചു അത് പാസ്സായി എന്നുള്ളതാണ് ആ ബില്ല്. എന്നാൽ ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല, പകരം അത് ഇന്ന് ഇപ്പോൾ സെനറ്റേഴ്സിൻ്റെ പരിഗണനയിലാണെന്നുള്ളതാണ്. പാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രിസ്ത്യൻ ലീഡേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, അവരെ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇത് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് പാസ്സാക്കാനായിട്ട് പാടില്ല എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഇതൊരു നിയമമായിട്ട് കാനഡയിൽ വരാൻ പാടില്ല എന്നുള്ള നിലയിൽ. മാർക്ക് മില്ലർ എന്ന് പറയുന്നതായ കനേഡിയൻ മിനിസ്റ്റർ, അതായത് മിനിസ്റ്റർ ഓഫ് കനേഡിയൻ ഐഡൻറ്റിറ്റി ആൻഡ് കൾച്ചർ, അദ്ദേഹം ഒരു കാര്യം പ്രസ്താവിച്ചു. ബൈബിളിലെ ചില പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ പരസ്യമായിട്ട് ഉദ്ധരിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഏതൊക്കെ പുസ്തകമാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂട്രോണമി, ലെവിറ്റിക്കസ്, അതുപോലെ തന്നെ ഈ റോമാർക്കാർക്ക് എഴുതിയ ലേഖനം, അതായത് പൗലോസാണ് ആ ലേഖനം എഴുതുന്നത്, റോമാർക്കാർക്ക് എഴുതിയ ലേഖനം. ചുരുക്കി പറഞ്ഞാൽ ആവർത്തന പുസ്തകം, ലേവ്യ പുസ്തകം, അതുപോലെ തന്നെ പൗലോസിൻ്റെതായിരിക്കുന്ന എഴുത്തുകൾ, അതിൽ നിന്നുള്ള ഉദ്ധരണികൾ പരസ്യമായിട്ട് ഉദ്ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റ് മതസ്ഥർക്കോ അല്ലെങ്കിൽ മറ്റ് വിഭാഗക്കാരെയോ വേദനിപ്പിക്കുന്ന തരത്തിൽ ആണെന്നുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് കേസ് എടുത്ത് അവരെ ജയിലിൽ അടയ്ക്കാനുള്ള നിയമമാണ് ഇപ്പോൾ അവിടെ വരാനായിട്ട് പോകുന്നത്. അതിനെ സംബന്ധിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് തെളിവോടുകൂടി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കിട്ടാവുന്ന മാക്സിമം ശിക്ഷ എന്ന് പറഞ്ഞാൽ 10 വർഷം വരെ തടവ് ശിക്ഷ അവിടെ ലഭിക്കാം എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. ബൈബിൾ വിശ്വസിക്കുന്ന ക്രൈസ്തവർക്ക് മാത്രം ബാധകമായിരിക്കുന്ന ഒന്നല്ല. അവിടെ ഇസ്ലാമിയരുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ ഹിന്ദുക്കളുണ്ടെങ്കിലോ ഒരു വേറെ ഏത് മതസ്ഥരുണ്ടെങ്കിലും അവരാരും തന്നെ അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് മറ്റൊരു മതസ്ഥനെയോ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തെയോ വേദനിപ്പിക്കുന്ന വിധത്തിൽ, അവരെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ ഒരു ഉദ്ധരണി അവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മതം അവിടെ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നതായിരിക്കുന്ന ഭാഗം അവിടെ ജീവിക്കുന്നതായിരിക്കുന്ന വേറെ ഏതെങ്കിലും വിഭാഗത്തിനെ വ്രണപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, അവരെ വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർത്തും ഹെയ്റ്റ് സ്പീച്ച് എന്ന ക്രൈമിൽ വരുന്നതായിരിക്കുന്ന ഒന്നായിട്ട് മാറുമെന്നുള്ളതാണ്. അതിപ്പോൾ ഇസ്ലാം ആയാലും ഹിന്ദു ആയാലും ആരാണെങ്കിലും ശരി. ക്രൈസ്തവർ എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സുവിശേഷ പ്രവർത്തനം എന്നുള്ള നിലയിൽ ക്രൈസ്തവരാണ് പൊതുസ്ഥലങ്ങളിൽ നിന്ന് കൂടുതലായിട്ടും ഇത് പ്രീച്ച് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവരുടെ ബൈബിള്, അതിലെ സുവിശേഷമൊക്കെ പറയുന്നതായിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളാണ് കൂടുതലായിട്ടും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളി നിറഞ്ഞതായിരിക്കുന്നതായ ഒന്നായിട്ട് മാറാം, അല്ലെങ്കിൽ അവരുടെ സുവിശേഷ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ ഈ നിയമം മാറാം എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ ന്യായങ്ങളും ന്യായീകരണങ്ങളും ചമച്ചാലും, കാനഡ അങ്ങനെയാണ്, കാനഡ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാലും, ക്രൈസ്തവതയുടെ അടിസ്ഥാനത്തിൽ വേരൂന്നി വളർന്നതായിരിക്കുന്നതായ ഒരു രാജ്യം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് അത് ഫ്രീഡം ഓഫ് സ്പീച്ചിനെതിരല്ല എന്ന് പറയുന്നതിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്നുള്ളത്. കാനഡയിൽ പ്രത്യേകിച്ച് ധാരാളം ട്രാൻസ്ജെൻഡേഴ്സും അതുപോലെ തന്നെ ഹോമോസെക്ഷൽ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അത്.
കാനഡ എന്ന് പറയുന്നത്. കാനഡ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും അത് നിയമമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരെ ആ ഒരു കമ്മ്യൂണിറ്റീനെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, മാനസാന്തരപ്പെടണം, ചെയ്യുന്ന തെറ്റിന് ദൈവത്തിന്റെ പക്കൽ ശിക്ഷയുണ്ട് എന്ന് നിങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ ഉദ്ധരിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ എന്ത് ചെയ്യും, നിങ്ങളെ ജയിലിൽ അടക്കാം എന്നുള്ളതാണ്. കാരണം ആ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് നിങ്ങൾ പറഞ്ഞു എന്നുള്ള, അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു, പരസ്യമായിട്ട് നിന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ ട്രാൻസ്ജെൻഡേഴ്സും അതുപോലെ തന്നെ ഇങ്ങനെ പ്രസംഗിക്കുന്നവരാകും തമ്മിൽ വലിയ ക്ലാഷുകളൊക്കെ നടക്കാറുണ്ട്. അത് കാനഡയിൽ മാത്രമല്ല, യൂറോപ്പിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നടക്കാറുണ്ട്. പലപ്പോഴും പോലീസ് വന്ന് ഇടപെടുന്ന ഒരു രീതിയൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇനി മുതൽ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. പോൾ എഴുതിയതായിരിക്കുന്ന ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് കേൾക്കുന്നതായിരിക്കുന്ന ഹോമോസെക്ഷല് എന്ത് പറയും? ഇങ്ങനെയുള്ള നിയമങ്ങൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ വായടപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുള്ളതാണ് അവിടെ വരുന്നത്. പ്രീച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പറയാം, ആർക്കും ഉപദ്രവമില്ലാതായിരിക്കുന്ന, ഒരാൾക്കും ഉപദ്രവമില്ലാതെ നമുക്ക് പ്രസംഗിച്ചുകൂടെ എന്നുള്ളതാണ്. ഒരു ആൾക്കും ഉപദ്രവമില്ലാതെ മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റില്ലെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. ഒരാളുടെ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ ആദ്യം പാപിയാണെന്ന് അവനെ ബോധ്യപ്പെടുത്തണം. അവൻ പാപിയാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം പാപിയാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്ന കാര്യം എന്നതാണ്, ബൈബിൾ പ്രകാരം തെറ്റാണെന്ന് എന്ത് ചെയ്യണം, അവനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഒരു ഘട്ടം വന്നിരുന്ന സമയത്ത് അതിനെക്കുറിച്ച് കോട്ട് ചെയ്ത് ബൈബിളിൽ നിന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്ന കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്നത് എന്താ, അവർക്കെതിരാ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അവരെ പിടിച്ച് അകത്തിടാനുള്ള സാധ്യതകൾ തുറന്നിടുകയാണെന്നുള്ളതാണ്. അപ്പം ഇതിനെ നിങ്ങൾ എങ്ങനെയൊക്കെ വെള്ള പൂശാൻ ശ്രമിച്ചാലും ഇത് ബൈബിളിനെതിരായിട്ടുള്ളൊരു നിയമം തന്നെയാണ്. അത് കാനഡയല്ല, ഏത് രാജ്യം കൊണ്ടുവന്നാലും ശരി, അത് തെറ്റ് തന്നെയാണ്. ഞാൻ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഇവിടെ വേറൊരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, ആൻറ്റി സെമറ്റിസം എന്ന് പറയുന്നത്. ജൂതനെ ഏതെങ്കിലും തെരുവിൽ കണ്ടു കഴിഞ്ഞാൽ അവനെ കൊല്ലാനും അവനെ ആക്രമിക്കാനും ചെല്ലുന്നതായിരിക്കുന്നതായ ഒരു കൂട്ടര്, അതായത് ആൻറ്റി സെമറ്റിസം. ജൂതനെ എവിടെ കണ്ടാലും ജൂതനെ ആക്രമിക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന മനോഭാവം. ആ മനോഭാവം വെച്ച് പുലർത്തുന്നവർക്ക് കൂടിയുള്ള ഒരു നിയമമാണിത് C9 എന്ന് പറയുന്നത്. അതായത് ജൂതനെതിരായിട്ട് എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ജൂതനെതിരായിട്ട് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയോ അവരെ എന്താ പറയുക അധിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്ത് ആൻറ്റി സെമറ്റിസത്തിനായിരിക്കുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ അവർക്കും ഈ നിയമം ബാധകമാണ്. അവരെയും എന്ത് ചെയ്യും, ഇതേ പിടിച്ച് അകത്തിടുമെന്നുള്ളതാണ്. അതൊക്കെ നല്ല കാര്യം തന്നെ. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നിയന്ത്രിക്കേണ്ടത്. അല്ലാതെ മനുഷ്യന് ആശയപരമായിട്ടുള്ള സംഘടനകൾ, ആശയപരമായിട്ടുള്ള മനുഷ്യൻ്റെതായിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ അടച്ചിടുക എന്നുള്ളതല്ല ഇവിടെ വേണ്ടത്. ആശയത്തെ എന്ത് ചെയ്യുക, ആശയം കൊണ്ട് നേരിടുക. ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത്, അല്ലാതെ ആശയത്തെ ആയുധം കൊണ്ട് എന്ത് ചെയ്യരുത്, നേരിടരുത്. ആശയത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോഴാണ് ആ രാജ്യം മഹത്വമുള്ളതായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ആ നിലയിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ളതായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുന്നത്. അതല്ലാതെ ഒരാശയം പറയുമ്പോൾ തന്നെ ആ ആശയത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു നിയമം പാസ്സാക്കുക എന്നുള്ളതല്ല. ക്രിസ്ത്യൻസിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല എന്നുള്ള. കാരണം അവിടുത്തെ യാഥാസ്ഥിതികരായിരിക്കുന്ന അവിടുത്തെ കൺസർവേറ്റീവുകൾ തന്നെ ഈ നിയമത്തിനെതിരാണെന്നുള്ളതാണ്. പിന്നെ അപൂർവം ചിലർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഒഴിച്ചാൽ മജോറിറ്റിയും ഈ നിയമത്തിന് എതിരാണെന്നുള്ളതാണ്.